ഇങ്ങോട്ട് വരുന്ന പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് സ്റ്റെപ്പ് കയറിയപ്പം പെട്ടെന്ന് കാല് മടങ്ങി വീണ്. അപ്പം കാലിൻ്റെ ജോയിൻറ്റിന് പൊട്ടലുണ്ട്. അപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞത് ഇത് കണക്ക് കലോത്സവം ഉണ്ടെന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞ് പറ്റത്തില്ല എന്ന് പറഞ്ഞതാണ്. പിന്നെ എനിക്ക് കളിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു. ഇതുവരെ ഞാനങ്ങനെ ആദ്യമായിട്ടാണ് കൂടിയാട്ടം സ്റ്റേജിൽ കളിക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ വന്നതാണ്. എന്നെ ഇവിടെ ടീച്ചർമാരും എൻ്റെ കൂടെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അവരുടെ പേരൻസും എല്ലാവരും ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്. വേദന ഉണ്ടോ? ഒരുപാട് വേദന ഉണ്ടോ? ഇപ്പം എന്താ അവസ്ഥ? നടക്കുമ്പോൾ ചെറിയ വേദനയുണ്ട്, എന്നാലും സഹിക്കാൻ പറ്റും, കുഴപ്പമില്ല. എനിക്ക് നല്ലതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും. ഈ ഒരു മനസ്സ് അത് മോൾക്ക് നല്ല രീതിയിലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ പറ്റും. ഈ കൂടിയാട്ടത്തിൽ എന്താണ് കഥാപാത്രം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവതരിപ്പിക്കേണ്ടി വരിക? ഞാൻ ഈ കഥയിൽ ഞാൻ ചെയ്യുന്ന വേഷം എന്ന് പറയുന്നത് സൂതൻ്റെ വേഷമാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന വേഷമാണ്. പിന്നെ ഇവരെല്ലാവരെയും സപ്പോർട്ടും കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു അവസ്ഥയിലും ഇവരെല്ലാവരും കൂടെ നിൽക്കുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. പേരെന്താണ്? എൻ്റെ പേര് ദുർഗ എന്നാണ്. പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. അപ്പം ദുർഗയുടെ ഈ ഒരു അവസ്ഥ നമുക്ക് വിഷമമുണ്ടാക്കുന്നതാണ്. കാരണം ഏറെ ആഗ്രഹിച്ച ഒരു കലാരൂപത്തിൽ വേണ്ടി ഒരുപാട് പരിശീലനമൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്ന സമയത്താണ് നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി. ഇപ്പോൾ ആ ഒരു പരിക്കോട് കൂടിയാണ് മത്സരം വന്നെത്തിയിരിക്കുന്നത്. അതാണ് ആ മത്സരത്തോടുള്ള കുട്ടികളുടെ ആ ഒരു താല്പര്യം. അതുതന്നെയാണ് നമുക്ക് കലോത്സവ വേദികളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. കാര്യം അവരുടെ ഒരു ജീവന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നു, അത് പരിശീലിക്കുന്നു, അത് കലോത്സവ വേദികളിൽ അവതരിപ്പിക്കുന്നു. അതിലൂടെ അവർക്ക് കിട്ടുന്ന ആ ഒരു ആത്മസംതൃപ്തി, ഒപ്പം ഒരു ആത്മവിശ്വാസം, അതൊക്കെ തന്നെയാണ് ഈ കലോത്സവങ്ങളെ മറ്റ് മത്സരങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് നിർത്തുന്നത് എന്ന് വേണം പറയാൻ. വളരെയധികം സങ്കടം വരുന്നവരൊക്കെ ആയിരുന്നു ആ പെർഫോമൻസ്. നിങ്ങളത് കണ്ടു നിന്നില്ലോ? നിങ്ങൾ എങ്ങനെയായിരുന്നു അതര? ഞാൻ അവളുടെ ക്ലാസ് ടീച്ചറാണ്. ശരിക്കും അവൾ ആ കാലെടുത്ത് ഇങ്ങനെ ഉറക്കെ ചവിട്ടി കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നുപോയി. ഒരു വേദനയോ ഒരു ഒന്നും ഇല്ലാത്ത പോലെ, അതായത് ഒരു മുറിവോ ഒന്നും ഇല്ലാത്ത പോലെയാണ് കുഞ്ഞ് കളിച്ചത്. ഹൃദയം സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി എൻ്റെ. സത്യം കലയോടുള്ള ആ കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹം, അവൾക്ക് കളിക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അവൾക്ക് തന്നെ കളിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി. അവൾക്ക് ഒരിക്കലും കളിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല മനസ്സുള്ള നല്ല കുട്ടിയാണ് അവൾ. ദുർഗ നല്ല കുട്ടിയാണ്. അമ്മയുടെ അനുഗ്രഹമാണ് ശരിക്കും അവൾക്ക് ഇത്രയും നല്ലപോലെ കളിക്കാൻ പറ്റിയത്. ശരിക്കും അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾ കരുതുന്നു.
നമുക്ക് തന്നെ പേടിയാവുകയെ അങ്ങനെ കാലിലൊക്കെ ഇരുന്നതേ